Hi friends, നമ്മൾ Cat6 കേബിളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള Cat6 കേബിളുകളെ കുറിച്ച് ഉണ്ടാവും. എന്നാൽ Cat7 കേബിളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ കാണിച്ച പോലെ ഇതൊരു Cat7 കേബിളിൻ്റെ ഒരു പാച്ച് കോഡാണ്. അപ്പോൾ നോർമലി Cat7 പാച്ച് കോഡുകൾ വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു ലോക്കൊക്കെ വെച്ച് വളരെ ഗോൾഡ് പ്ലേറ്റിംഗ് ആയിട്ടുള്ള ജാക്കൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പാച്ച് കോഡ് വരുന്നത് നോർമലി. എന്നാൽ ഈ ഒരു Cat7 പാച്ച് കോഡ് അല്ലെങ്കിൽ Cat7 കേബിൾസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അതായത് Cat6 കൂടിയൊക്കെയാണ് Cat7 കേബിൾ എന്നുള്ള ഒരു അറിവുണ്ടാവും. പക്ഷെ എന്നാൽ എന്തിനൊക്കെയാണ് ആ ഒരു Cat7 കേബിൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് കുറേ പേർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. അറിയാവുന്നവരുണ്ടാവും. എന്നാലും നോർമലി Cat7 കേബിളുകൾ എന്ന് പറഞ്ഞാൽ Cat6 കേബിളുകൾ പോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേബിളുകളാണ് Cat7 കേബിൾ എന്ന് പറയുന്നത്. Cat7 കേബിളുകൾ നോർമലി ഒരു 10 Gbps അല്ലെങ്കിൽ അതിനപ്പുറം അതിന് മുകളിലോട്ടൊക്കെ നമ്മുടെ എതർനെറ്റ് കേബിൾ ത്രൂ എതർനെറ്റ് കേബിൾ വഴി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ഇത്തരം കേബിളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹോം പർപ്പസിന് നോർമലി ഇതിൻ്റെ ആവശ്യം വരാറില്ല. കാരണം ഒരു 1 Gbps മേലുള്ളത് നോർമലി ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു കണക്ഷൻസ് ഒന്നും അധികം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടുതലും ഡേറ്റാ സെൻറ്ററുകളിൽ അല്ലെങ്കിൽ അത്തരം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അത്തരം ലാബുകളിൽ അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്ററുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരം കേബിൾസ് ഒരു Cat7 കേബിൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു 10 Gbps നമ്മുടെ ഇതിനൊരു തിയററ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ 10 Gbps ഒരു 100 മീറ്റർ ലെങ്ത് വരെ, അതായത് നോർമലി Cat6 കേബിളൊക്കെ ആ ഒരു 100 മീറ്റർ ലെങ്ത് വരെയാണ് വലിക്കാവുന്നത്, അതായത് ഒറ്റ സ്ട്രെച്ചിൽ വലിക്കാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു Cat7 കേബിളും ആ ഒരു 100 മീറ്റർ ലെവലിൽ തന്നെ 100 മീറ്ററിൽ തന്നെ ഒരു 10 Gbps വരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വലിക്കാനായിട്ട് നമുക്ക് ഈ ഒരു Cat7 കേബിൾ കൊണ്ട് സാധിക്കും. അതിന് പുറമെ ഷോർട്ട് ഡിസ്റ്റൻസിലാണെങ്കിൽ, അതായത് ഒരു 15 മീറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ ഏകദേശം ലാബ് ടെസ്റ്റിലൊക്കെ ഇത് 40 Gbps വരെയൊക്കെ കവർ ചെയ്യും. അതായത് 40 Gbps വരെയൊക്കെ ഡേറ്റ ഒരു 15 മീറ്റർ വരെയൊക്കെ Cat7 കേബിളുകൾ കവർ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് കാറ്റഗറി 7 കേബിളുകൾ കവർ ചെയ്യാനുള്ള ശേഷി ഇത്തരം കേബിളുകളുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ലാബ് ടെസ്റ്റിൽ തന്നെ പറയുന്നത്, ഇതിൻ്റെ ടെക്നിക്കലി ഇവർ പറയുന്നത് 100 മീറ്റർ 100 Gbps വരെ 100 Gbps 15 മീറ്റർ 15 മീറ്ററിനുള്ളിലാണെങ്കിൽ 100 Gbps വരെയും ഒരു എതർനെറ്റ് പാസ് ചെയ്യാനും ഈ ഒരു Cat7 കേബിൾ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള അത്രയും ഡേറ്റ ട്രാവലിംഗ് ഇമ്പോർട്ടൻ്റ് അല്ല ഡേറ്റ ട്രാവലിംഗ് ഉള്ള അല്ലെങ്കിൽ ഡേറ്റ കൺസ്യൂമൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കേബിളുകളാണ് ഈ Cat7 കേബിൾ എന്ന് പറയുന്നത്. പാച്ച് കോഡ് മാത്രമല്ല ഇത്തരം കേബിളുകളും ഉണ്ട്. അപ്പോൾ ആ കേബിളുകളൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കണക്ടറെ കുറിച്ച് ചോദിക്കേണ്ട, ഇത്തരം ഗോൾഡ് പ്ലേറ്റിംഗ് ആയിട്ടുള്ള ഇത്തരം കണക്ടേഴ്സാണ് വരുന്നത് എന്നുള്ളത്. നോർമലി Cat7 ഇത്തരം Cat7 സെപ്പറേറ്റ് കണക്ടേഴ്സ് ഉണ്ട്. എന്നാലും നോർമലി നമുക്ക് ഈ പറഞ്ഞ നോർമൽ കണക്ടേഴ്സും ഇത് വെച്ച് ചെയ്യാം, കണക്ടിവിറ്റിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്നാലും Cat7 ഇത്തരത്തിലുള്ള കണക്ടേഴ്സാണ് കൂടുതലായിട്ട് നന്നായിട്ടുള്ളത്. കൂടുതൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ Cat7 ആ ഒരു കണക്ടർ വെച്ചിട്ട് തന്നെ ക്രിമ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഒരു യൂസ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് അതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ Cat6 കേബിൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു ഇതിലാണ്. ഇതിപ്പോൾ ഒരു UTP കേബിളാണ്, അതായത് ഒരു ഷീൽഡഡ് അല്ലാത്ത ഒരു നോർമൽ Cat6 കേബിളാണ് ഈ കാണുന്നത്. സോ ഇത് തന്നെ നമുക്ക് ഷീൽഡ് ആയിട്ടുള്ളതും കിട്ടും, STP കേബിൾ ഷീൽഡ് ആയിട്ടുള്ളതും കിട്ടും. Cat6 കേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു Cat7 കേബിളിൽ നോർമലി ഈ ഒരു പാച്ച് കോഡിൽ Cat7 കേബിൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നതിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നതാണ്, അതായത് മൊത്തം ഷീൽഡാണ്, അതായത് മൊത്തം ആ ഒരു അലുമിനിയം ഫോയിൽ കേബിളാണിത്. സോ ഇത് ഷീൽഡാണ്. ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന Cat7 കേബിളൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്തതാണ്. ഇത് ഫുൾ ഷീൽഡാണ്. അതായത് Cat7 കേബിൾ പിന്നെ അത് വരുന്നത് ഷീൽഡും ആയിട്ടുള്ളതും ഷീൽഡ് ഇല്ലാത്ത അൺട്വിസ്റ്റഡും ഉണ്ട്. എന്നാലും ഇത് Cat7 കേബിൾ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഷീൽഡ് ആയിട്ടുള്ളതാണ്. അതായത് നമുക്ക് മനസ്സിലാവും ഷീൽഡ് തന്നെ കംപ്ലീറ്റ് ഷീൽഡാണ്. അതിന് പുറമെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഓരോ പെയേഴ്സും ഷീൽഡാണ്, വേണ്ടില്ലേ? അതായത് ഇങ്ങനെ ഓരോ പെയേഴ്സും ഷീൽഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ കേബിളുകളിൽ, അതായത് ഇത് UTP കേബിളാണ്, അൺഷീൽഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തും നമുക്ക് ഒരു ഷീൽഡഡ് STP കേബിളുകൾ, അതായത് SFTP കേബിളുകൾ ഷീൽഡഡ് ആയിട്ടുള്ള കേബിൾ Cat6ലും നമുക്ക് ആ ഒരു ഷീൽഡഡ് ആയിട്ടുള്ള കേബിളുകൾ വരാറുണ്ട്.
എന്നാൽ അതിനപേക്ഷിച്ച് അതിപ്പോൾ ഷീൽഡ് ആണെങ്കിൽ നമുക്കിതെല്ലാം കൂടി ഒറ്റ ഷീൽഡായിട്ടാണ് അത് വരുന്നത്. നോർമലി ഷീൽഡ് കേബിൾസിലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു Cat 7 വരുമ്പോൾ ആ ഒരു ഒറ്റ ഷീൽഡിന് പുറമേ ഓരോ പെയേഴ്സും ഷീൽഡായിട്ട് വരുന്നുണ്ട്. ഇത് കാണാം, ആ ഒരു ഓരോ പെയേഴ്സും ഇത്തരത്തിൽ ഷീൽഡായിട്ടാണ് ആ ഒരു Cat 7 കേബിളുകൾ വരുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു Cat 7 കേബിളിന് ആ ഒരു സ്പീഡ് ഇത്ര കൂടാനായിട്ടുള്ള കാരണം. ആ ഒരു ഇത്ര Gbps അല്ലെങ്കിൽ ഒരു 10 Gbps വരെ, അതായത് ഇതിൻ്റെ ടെക്നിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു 10 Gbps അതിന് മുകളിലുള്ള കണക്ഷനൊക്കെയാണ് സൂട്ടബിൾ അല്ലെങ്കിൽ കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളതെന്നും. Cat 7 കേബിൾസ് നോർമലി ഹോം യൂസേഴ്സിന് അധികം കാണാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഡാറ്റാ സെൻറ്ററിലും മറ്റുമാണ് ആ ഒരു യൂസേഴ്സിനാണ് കൂടുതലും ആ ഒരു Cat 7 കേബിളുകൾ കാണുന്നത്. സോ ഇത് റെക്കമെൻഡ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പർപ്പസിൽ ഹൈ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നിടത്ത് നമ്മൾ Cat 6 കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. യാതൊരുവിധ കുഴപ്പവുമില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു Cat 6 കേബിളിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ അത് ആൻസർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്കറിയാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.